ഹലോ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ മരുമകളെ പ്രസവത്തിനായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ചെറിയൊരു വളകാപ്പ് പരിപാടിയും കൂടി അതിൻ്റെ കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വളകാപ്പ് പരിപാടിക്ക് ഞാൻ എന്തൊക്കെയാണ് ഒരുക്കിയത് എന്നൊക്കെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. വെൽക്കം ടു പൊന്നു സീമന്തം. അർച്ചനയെ പൊന്നു എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. ഈ പോസ്റ്റർ എൻ്റെ വകയാണ്. മെറ്റ AI സഹായത്തോടെ ഞാൻ ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? വളക്കാപ്പല്ലേ, ചെറിയൊരു ഡെക്കറേഷനൊക്കെ ആവാലോ. ഡെക്കറേഷൻ പൂർണ്ണമായിട്ടും എക്കോ ഫ്രണ്ട്ലി ആവണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഡെക്കറേഷൻ ചെയ്തു വെച്ചു. പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, വാഴയും പൂമാലയും ഒക്കെ ചെറുതായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. സാരമില്ല, ഈ ടീപ്പോയിൽ ഞാനിങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. മെയിനായിട്ട് ഇവിടെ വെക്കേണ്ടത് മധുര പലഹാരങ്ങളും വളകളുമാണ്. ഈ ഫ്രൂട്ട്സിൻ്റെ താലൊന്ന് നോക്കൂ. പല കളറിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് താലം കളർഫുള്ളാക്കി. മറ്റൊരു താലത്തിൽ ഞങ്ങൾ അവിലും മലരും നാളികേരവും ഒക്കെ വെച്ചു. വളക്കാപ്പ് ശരിക്കും തമിഴ്നാട്ടിലെ ആചാരവും ആഘോഷമൊക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മൾ മലയാളികളും നടത്തുന്നുണ്ട്. എല്ലാ ആഘോഷങ്ങളുടെയും പുറകിൽ സന്തോഷം എന്നുള്ളതാണല്ലോ, ഹാപ്പിനെസ്. അതാണല്ലോ അതിൻ്റെയൊക്കെ ബേസ്. അപ്പം നമ്മൾ നടത്തിയപ്പോൾ നമ്മുടെ മലയാള തനിമയും കൂടി ഇതിൽ കുറച്ചേക്ക് വന്നു. അതായത് നമ്മുടെ വാൽക്കണ്ണാടി, കോടിമുണ്ട്, പിന്നെ കൺമഷി, സിന്ദൂരം, മഞ്ഞൾ തുടങ്ങിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു താലത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിണ്ടി, വെള്ളം, തുളസി കതിര് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാറില്ലല്ലോ, അതും കൂട്ടത്തിൽ വെച്ചു. പിന്നെ ഒരു താലത്തിൽ അത് താമ്പൂലം താലമാക്കി വെച്ചു. ഒരു ചെറിയ ബൗളിൽ ചന്ദനവും മഞ്ഞളും പനിനീരിൽ ചാലിച്ചിട്ട് വെച്ചിരുന്നു. സ്വീറ്റ്സ് പൊന്നുവിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്. 7ാം മാസത്തിലെ ചടങ്ങായതുകൊണ്ട് 7 കൂട്ടം പലഹാരങ്ങളാണ് അവർ കൊണ്ടുവന്നിരുന്നത്. പൊന്നൂരാണെങ്കിൽ മധുരം അത്ര വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. കുറച്ചേ തരാവൂ എന്ന് അവൾ എല്ലാവരോടും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനും ഈ ഒരു ടീപ്പോയിൽ വളരെ കുറച്ച് സ്വീറ്റ്സ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 7 കൂട്ടവും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 7 കൂട്ടവും എല്ലാവരും അവളുടെ വായിൽ കൊടുക്കണം എന്നാണ്. ഒരു താലത്തിൽ നിറയെ വളകളും വെച്ച്, പല കളറിലുള്ള വളകൾ. നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാറ്റിൻ്റെയും നടുക്കായിട്ട് നിലവിളക്ക് അലങ്കരിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം ചടങ്ങുകൾ തുടങ്ങാറായി. ഞങ്ങൾ അമ്മമാർ 2 പേരുമാണ് ദീപം തെളിയിച്ചത്. പിന്നെ അപ്പൂനും പൊന്നൂനും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എന്നറിയാലോ, അതുകൊണ്ട് ഞാൻ ചടങ്ങുകൾ കാണിക്കുന്നില്ല. അപ്പു ആദ്യം ഒരു മുല്ലപ്പൂമാല പൊന്നൂൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു. അപ്പുവും പൊന്നും 2 പേരെയും അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ ആരതി ഒഴിഞ്ഞു. അതിനുശേഷം അപ്പു തന്നെയാണ് ആദ്യം വളയിട്ട് കൊടുത്തത്. ആദ്യം തന്നെ അവൻ കൈകൾ ചന്ദനം കലക്കി വെച്ചതിൽ മുക്കിയിട്ട് അവളുടെ കവിളത്ത് ചന്ദനം തേച്ചു. അതിനുശേഷം മധുര പലഹാരം അവളുടെ വായിൽ വെച്ച് കൊടുത്തു. 2 കൈകളിലും പിന്നീട് വളകളും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ വളകാപ്പിൻ്റെ പ്രധാന ചടങ്ങ്. ഈ ഒരു ചടങ്ങ് തന്നെ എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തു. കുട്ടികളുണ്ടായിരുന്നു കേട്ടോ, അവർ മധുരം കൊടുത്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വളയിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഫോട്ടോഷൂട്ടാണല്ലോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടും കൂടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സദ്യയൊക്കെ റെഡിയായി. പൊന്നുവിന് പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ കുറച്ചൊരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വിഷമം, ഇവിടുന്ന് പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വളകാപ്പ് ചടങ്ങ് നടത്തുമ്പോൾ അവളുടെ ശ്രദ്ധയൊക്കെ അതിലേക്കാവും. അപ്പോൾ അവൾക്ക് ആ വിഷമമൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടാനും ഈ ഒരു ചടങ്ങ് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വായിൽ മധുരം കൊടുക്കുക, അതുപോലെ 2 കൈകളിലും വളകൾ ഇട്ട് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ചടങ്ങ് നടത്തുന്നതും നമ്മൾ. ചടങ്ങ് കഴിഞ്ഞപ്പോഴേക്കും 2 കൈകളിലും നിറയെ വളകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വളകൾ ഇങ്ങനെ കിലുക്കി കൊടുക്കണം. ഈ കിലുക്കം കേട്ടിട്ട് ബേബിക്ക് വളരെ സന്തോഷമാകും എന്നാണ് വിശ്വാസം. ബേബിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ സന്തോഷമായിരുന്നു ഇവിടെ. പിന്നെ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോഷൂട്ടായി. കുറേ എല്ലാവരുടെയും കൂടെയൊക്കെ നിന്നിട്ട് അവൾ ഫോട്ടോ എടുത്തു. അതിനുശേഷം സദ്യ ഉണ്ടായിരുന്നു. നല്ലൊരു സദ്യ, അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ വിഭവങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ള ഒരു നല്ല സദ്യ തന്നെയായിരുന്നു. ഈ സദ്യ കൂടി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ വീട്ടുകാർ അവളെ കൂട്ടിക്കൊണ്ടുപോകാനൊക്കെ റെഡി ആയിട്ട് നിന്നു. പിന്നെ വയനാട്ടിലാണ് അവളുടെ വീട്.
അപ്പോൾ വയനാട്ടിലേക്ക് പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു ആചാരം എന്ന് വെച്ചാൽ കല്യാണപ്പുടവ ഉടുക്കണം എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ അങ്ങനെയില്ല, പക്ഷെ വയനാട്ടിലേക്ക് അങ്ങനെയുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കല്യാണപ്പുടവ ആ കല്യാണത്തിൻ്റെ അന്ന് ഉടുത്ത് അത് അന്ന് മാത്രമേ അത് ഉടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഉടുക്കാനുള്ള ഒരു അവസരമായല്ലോ. അപ്പോൾ അത് അങ്ങനെ കല്യാണപ്പുടവ തന്നെയാണ് ഈ വളകാപ്പിൻ്റെ ചടങ്ങിൻ്റെ സമയത്തും പിന്നെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴും പൊന്നു ഉടുത്തിരുന്നത് ഈ കല്യാണപ്പുടവ തന്നെയാണ്. അത് നല്ലതായി തോന്നി. പിന്നെ ആഭരണങ്ങൾ മുഴുവനായിട്ടും ധരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതവൾ അത്ര തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീട്ടിലും പൊന്നുവിൻ്റെ വീട്ടിലും ഇങ്ങനെ ഒരു വളകാപ്പ് ചടങ്ങ് ഇതിന് മുമ്പേ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ 2 വീടുകളിലും ആദ്യമായിട്ട് നടത്തുന്ന ചടങ്ങായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് നടത്തേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെ സഹായിച്ചത് യൂട്യൂബ് വീഡിയോസാണ്. ഞാനും കുറേ വീഡിയോസ് കണ്ടിരുന്നു. പിന്നെ നമ്മുടേതായ രീതിയിലൊക്കെ അതിനുള്ളൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ചടങ്ങ് നടത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ ചടങ്ങ് ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി നടത്തുന്ന ആരെങ്കിലും ഇങ്ങനെ വീഡിയോസൊക്കെ തരികയാണെങ്കിൽ അവർക്കൊരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമായെങ്കിൽ എനിക്ക് സന്തോഷമായി. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരു വളകാപ്പ് ചടങ്ങ് നടത്തിയത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗർഭിണിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായിരുന്നു. ആ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് ഇവിടെ നടന്നു കിട്ടിയിട്ടുണ്ട്. നല്ല സന്തോഷമായിട്ട് തന്നെ അവൾ ഇവിടുന്ന് പോവുകയും ചെയ്തു. പിന്നെ കുറച്ച് ദൂരം ഉണ്ടല്ലോ, എന്നാലും ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടൊക്കെ പോകും എന്നുള്ളതുകൊണ്ട് അവൾക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ പിന്നെ ശരി, നമുക്ക് വീണ്ടും കാണാം.